ഹായ് ഓൾ, ബ്രില്യൻറ്റിൻ്റെ അടുത്ത വീഡിയോ എന്തായിരിക്കണം, നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചുകൊണ്ട് ബ്രില്യൻറ്റ് ഇട്ട പോസ്റ്റിൽ നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് കമൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കമൻറ്റുകൾക്കെല്ലാം മറുപടി പറയുകയാണ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിരുന്നു, അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ശിവൻ സാർ, അടുത്ത ചോദ്യം ഇതാണ്. ഒരു പേരൻറ്റ് ചോദിച്ചിരിക്കുന്നത്, ഓൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് കട്ട് ഓഫ്. നമുക്കറിയാം ഗവൺമെൻറ് MBBSന് കിട്ടാനുള്ള രണ്ട് സാധ്യതകളാണ്. ഒന്ന് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വഴിയും, ഒന്ന് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയും. ഈ രണ്ട് സാധ്യതകളെ ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് കിട്ടുകയുള്ളൂ. കേരള മെഡിക്കൽ റാങ്ക് നമുക്ക് കഴിഞ്ഞ തവണ അറിയാം, മൂന്നാമത്തെ അലോട്ട്മെൻറ്റൊക്കെ ആകുമ്പോൾ കേരള മെഡിക്കൽ റാങ്ക് ഒരു 950 900 റാങ്കിനൊക്കെയാണ് കേരളത്തിൽ റാങ്ക്, ഒരു ലാസ്റ്റ് റാങ്കായിട്ട് കേരള മെഡിക്കൽ റാങ്ക് ജനറൽ വിഭാഗത്തിന് പോകുന്നത്. മുസ്ലിം വിഭാഗത്തിൻ്റെ 1400 1500 റേഞ്ചും, ഈഴവ വിഭാഗത്തിൻ്റെ 1700 റാങ്കും, EWS വിഭാഗത്തിന് ഒരു 3200 റാങ്കും അങ്ങനെയാണ് സാധാരണ പോകാറുള്ളത്. SC/ST വിഭാഗത്തിന് വിഭാഗത്തിന് ഒരു 8000 ഒക്കെ ഗവൺമെൻറ് മേഖലയിൽ ഒരു സീറ്റ് റാങ്കായിട്ടും, ST വിഭാഗത്തിന് ഏതാണ്ട് 21,000 വരെയുള്ളവർക്കൊക്കെയാണ് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുന്നത്. അത് 2023 ഒരു രീതി അനുസരിച്ചാണെങ്കിൽ മാർക്കെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത് 640 മാർക്കായിരുന്നു 900 റാങ്ക് എന്ന് പറയുന്നത്. ഏതാണ്ട് OBC ഈഴവ മുസ്ലിം സമുദായത്തിനൊക്കെ 620 622 മാർക്കിനൊക്കെയാണ് ഗവൺമെൻറ് സീറ്റ് കിട്ടിയത്. 2024 വളരെ ഉയർന്ന ഒരു സ്കോറിലോട്ട് എത്തിയപ്പോഴേക്കും 676 മാർക്ക് വരെയുള്ളവർക്കാണ് കേരളത്തിൽ ഗവൺമെൻറ് സീറ്റുകൾ കിട്ടിയത് ജനറൽ വിഭാഗത്തിന്. അത് ഏതാണ്ട് 660 മാർക്ക് വരെയൊക്കെയാണ് ഈഴവ മുസ്ലിം വിഭാഗത്തിന് തേർഡ് റൗണ്ട് ആയപ്പോഴേക്കും അലോട്ട്മെൻറ്റ് കിട്ടിയത്. നമുക്ക് 2025 നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 560 മാർക്ക് അല്ല 555 മാർക്കൊക്കെ ആയിരിക്കുമല്ലോ കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ കിട്ടാനുള്ളൊരു സാധ്യത എന്ന് വിചാരിക്കുന്നത്. നീറ്റ് 2025 സാധ്യതകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് ഒരു 565 മാർക്കും, ഈ മുസ്ലിം ഈഴവ അങ്ങനെയുള്ള റിസർവേഷൻ വിഭാഗത്തിന് 550 മാർക്കും ഒക്കെ ആയിരിക്കും കേരളത്തിലൊരു സീറ്റ് കിട്ടാനുള്ള സാധ്യത. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 5 മാർക്കൊക്കെ മാറാം. പിന്നെ മറ്റൊരു ഗവൺമെൻറ് MBBS കിട്ടാനുള്ള സാധ്യത കേരളത്തിലെ അടക്കം കേരളത്തിന് പുറത്തുള്ളതുമായിട്ടുള്ള 380 ഗവൺമെൻറ് മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകളാണ്. അതിന് ഓൾ ഇന്ത്യ റാങ്ക് 25,000 വരെയാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. ആ 25,000 എന്ന് പറയുന്നത് 520 മാർക്കിൻ്റെ അടുത്തായിരിക്കും തോന്നുന്നു. സീറ്റുകളുടെ വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 26,000 കഴിഞ്ഞ് ഓൾ ഇന്ത്യ റാങ്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 510 വരെയുള്ളവർക്കൊക്കെ ആയിരിക്കും ഗവൺമെൻറ് MBBS സീറ്റ് റിസർവേഷൻ അടക്കം കിട്ടാനുള്ള സാധ്യത. അത് SC/ST വിഭാഗമാകുമ്പോൾ അതിനൊക്കെ മാറ്റം വരും. നമുക്കറിയാം 450 400 മാർക്കിലും ഒക്കെ ഗവൺമെൻറ് സീറ്റ് കിട്ടുന്ന ഒരു കട്ട് ഓഫിലേക്ക് എത്തുകയും ചെയ്യും. അടുത്തൊരു സ്റ്റുഡൻറ്റിൻ്റെ കമൻറ്റാണ്, ഗിവ് അസ് ആൻ ഐഡിയ അബൌട്ട് ഓൾ ഇന്ത്യൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ലിസ്റ്റ് സ്റ്റേറ്റ് വൈസ്. നമുക്ക് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് കൊടുക്കാനായിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റാണ് കുട്ടികൾ ചോദിക്കാറുള്ളത്. അതിൽ അലോട്ട്മെൻറ്റിൽ അവസാനം പോകുന്നത് ആന്ധ്ര, തെലങ്കാന, ആസാം, ത്രിപുര ആ ഒരു ലെവലുള്ള കോളേജുകളാണ് അവസാനം പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള മുഴുവൻ കോളേജുകളും നമ്മൾ ഓപ്ഷൻ വെക്കെന്ന് പറഞ്ഞാൽ ആന്ധ്ര, തെലങ്കാന വെച്ച് അല്ലെങ്കിൽ ആസാം വരെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോളേജും കൊടുത്തൊരു എഫക്റ്റായി. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എൻ്റെ ലൈവ് സെഷൻ അറേഞ്ച് ചെയ്തിരുന്നു. കേരളം, കർണാടകം, തമിഴ്നാട് കോളേജുകളുടെ ലിസ്റ്റ് ചെയ്തിരുന്നു. അലോട്ട്മെൻറ്റ് സമയമാകുമ്പോൾ ഏതാണ്ട് ജൂലൈ ആദ്യത്തെ ആഴ്ച മുതൽ ഓരോ സ്റ്റേറ്റിലെയും ഗവൺമെൻറ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്കും അതിൻ്റെ ലിസ്റ്റും നമ്മുടെ കുട്ടികൾക്കായിട്ടത് നമ്മൾ ലൈവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സർ, അതുപോലെ അടുത്തൊരു ചോദ്യം, 4th അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് 2024 കോളേജസ് ഫോർ ഓൾ ഇന്ത്യ റാങ്ക് 20,000 to 25,000. നമുക്ക് ലാസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ എന്താണ് ഒരു സാധ്യത, അല്ലെങ്കിൽ ആ സ്ട്രേ വേക്കൻസിയിൽ പോകുന്ന കോളേജുകൾ ഏതാണ്, ഏത് സംസ്ഥാനങ്ങളൊക്കെയാണെന്നായിരിക്കും വിദ്യാർത്ഥി ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ചില കോളേജുകൾ, കർണാടകത്തിലെ ചില കോളേജുകൾ, ആന്ധ്ര, തെലുങ്കാന, ആസാം, ത്രിപുര, മേഘാലയ, മണിപ്പൂർ, ആൻഡമാൻ നിക്കോബാർ അതുപോലെയുള്ള സ്റ്റേറ്റുകളാണ് ഏറ്റവും അവസാനത്തെ റൗണ്ടുകളിൽ പോകുന്നത്. നമുക്കറിയാം ഈ അലോട്ട്മെൻറ്റുകളുടെ മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ചില കോളേജുകൾ അതല്ലാതെ തന്നെ നല്ല കോളേജുകൾ, ഇപ്പം മദ്രാസ് മെഡിക്കൽ കോളേജിൽ പോലും ലാസ്റ്റ് റൗണ്ടിൽ ചിലപ്പോൾ വേക്കൻസികൾ വരും. അപ്പം കൂടുതലായിട്ട് വരുന്നത് ആന്ധ്രയും തെലങ്കാനയിലുമുള്ള കോളേജുകളാണ് നമ്മുടെ കുട്ടികൾ പ്രവേശനം നേടുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കാറ്റഗറി വരുമ്പം ലാസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. സർ, നെക്സ്റ്റ് ചോദ്യം, കോഴ്സ് ഫോർ 200 to 400 നീറ്റ് സ്കോർ.
200-നും 400-നും ഇടയ്ക്കാണ് നീറ്റ് സ്കോർ വരുന്നതെങ്കിൽ എന്തെല്ലാം സാധ്യതകളാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് സെൽഫ് ഫിനാൻസിങ് BDS സീറ്റുകൾ കേരളത്തിൽ 3,30,000 രൂപ, കേരളത്തിൽ MBBSൻ്റെ NRI സീറ്റുകൾ 22 ലക്ഷം രൂപ, ഇന്ത്യയിൽ ആകെയുള്ള 52 ഡീംഡ് കോളേജുകളിലെ ഏതാണ്ട് 45ഓളം ഡീംഡ് കോളേജുകൾ 20 മുതൽ 30 ലക്ഷം വരെ വാർഷിക ഫീസ്, ഡീംഡ് കോളേജുകളുടെ BDS സീറ്റുകൾ 5 ലക്ഷം 6 ലക്ഷം രൂപ വാർഷിക ഫീസ് ഉള്ളത്, അവിടുത്തെ NRI സീറ്റുകളും, അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും സീറ്റുകൾ, ഹോമിയോയുടെ സീറ്റുകൾ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി പോലെയുള്ള കേരളത്തിലെ സീറ്റുകൾ, മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ കട്ട് ഓഫ് സാധ്യതകൾ, ജിപ്മറിലെ നേഴ്സിങ്ങും പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്കുള്ള സീറ്റുകൾ, ഇതൊക്കെ ആയിരിക്കും സാധാരണ ഒരു സാധ്യത. ഇതിനപ്പുറത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിലെ MBBSൻ്റെ മാനേജ്മെൻറ്റ് സീറ്റുകൾക്കും ചെറിയ സാധ്യതകളുണ്ട്. സർ, അടുത്തൊരു ചോദ്യം. കീം 99 above% ഉള്ള കുട്ടിയാണ്, ബട്ട് നോ CET സീറ്റ്. അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസ് CET-യിലായിരിക്കും ഉദ്ദേശിച്ചത്. CET-യിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നില്ല എങ്കിൽ CET-യിൽ തന്നെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സ്, പുതിയ ജനറേഷനുള്ള കോഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകളിലെ കമ്പ്യൂട്ടർ സയൻസ്, ഇതേതിനാണ് കൂടുതൽ സാധ്യത എന്നായിരിക്കും അത് ഉദ്ദേശിച്ചത്. CET-യിൽ CS കിട്ടുന്നില്ലെങ്കിൽ CET-യിലെ തന്നെ മറ്റുള്ള കോഴ്സുകൾ എടുക്കുന്നതാണോ അതോ കമ്പ്യൂട്ടർ സയൻസ് TKM-ലോ തൃശ്ശൂരിലോ മോഡലിലോ എടുക്കുന്നതാണോ നല്ലതെന്നുള്ളതാണ് അതായിരിക്കും ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അത് നമ്മളുടെ ആ കോഴ്സിനോടുള്ളൊരു താല്പര്യവും കോളേജിനോടുള്ള താല്പര്യം തന്നെയാണ്. നമുക്ക് CET-യിലെ മറ്റുള്ള കോഴ്സുകളുടെ കട്ട് ഓഫ് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാകും, ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും തീർച്ചയായിട്ടും 1000-1200 റേഞ്ചിൽ തന്നെ തീർന്നിട്ടുണ്ട്. അപ്പം മറ്റുള്ള കോളേജുകളിലെ കമ്പ്യൂട്ടർ സയൻസിനേക്കാളും കൂടുതൽ കുട്ടികൾ ആ കോളേജിലെ തന്നെ CET-യിലെ തന്നെ മറ്റുള്ള കോഴ്സുകളാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് തൃശ്ശൂർ TKM, MSc, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലെ കോളേജുകളൊക്കെ അതിന് ശേഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ. സർ, അടുത്തൊരു ചോദ്യം. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ്. കീമായിരിക്കും ഉദ്ദേശിച്ചത്. കേരളത്തിൽ 3 ഗവൺമെൻറ് കോളേജുകളിലാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളത്. തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ്. ഈ 3 കോളേജിലുമാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിന് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വെച്ച് പ്രവേശനം ലഭിക്കുന്നത്. സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, ക്യാൻ യു അപ്ലോഡ് എ വീഡിയോ അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ ജോബി സാറിൻ്റെ നിരവധി സീരീസുകളുള്ളതിൽ നിന്ന് നമുക്ക് അത് ആ കുട്ടിക്ക് വ്യക്തമായി കാണും. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2015-2020 കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും ടോപ്പായിട്ട് വന്നൊരു കോഴ്സാണ്. പിന്നീട് CS കമ്പ്യൂട്ടർ സയൻസിൻ്റെ ECയുടെയും ഇത് വന്നപ്പോഴേക്കും മെക്കാനിക്കൽ തീർച്ചയായിട്ടും താഴോട്ട് ലാസ്റ്റ് റാങ്കിൽ നമുക്കറിയാം കുറച്ചും കൂടെ കുറവുള്ളൊരു റാങ്കിങ് സെക്ടറിലോട്ട് മെക്കാനിക്കൽ മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഒന്നാമത് ഈ 2025 മുതലൊക്കെയുള്ള ഏതൊരു സൊസൈറ്റിയിലാണെങ്കിലും ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറാണ് കഴിഞ്ഞതെങ്കിലും നമ്മൾ IT മേഖലയിലായിരിക്കും വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ CS എടുക്കുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ടും ഒക്കെ കുട്ടികൾക്ക് തോന്നുന്നത്. പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇന്ത്യൻ ഒരു കൾച്ചർ വെച്ചിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഏറ്റവും നല്ല സാധ്യത തന്നെയാണ്. ഇപ്പം അത് പക്ഷേ എവിടെ പഠിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമുണ്ടെന്ന് മാത്രം. അപ്പം IIT-യിലാണെങ്കിലും NIT-യിലാണെങ്കിലും തീർച്ചയായിട്ടും അതിന് നല്ല സാധ്യതകൾ തന്നെയുണ്ട്. ടോപ്പ് കോളേജുകളാണെങ്കിൽ ഇപ്പോഴും മെക്കാനിക്കലിന് വലിയ സാധ്യതകൾ തന്നെയാണ്. സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 MNS ആപ്ലിക്കേഷൻ പ്രോസസ്. നമുക്ക് മിലിറ്ററി നേഴ്സിങ് നമുക്ക് 5 മിലിറ്ററി കോളേജുകളിലാണ് മിലിറ്ററി നേഴ്സിങ്ങിന് സീറ്റുകളുള്ളത്. നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം join indianarmy.nic.in എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ പ്രത്യേകം അപ്ലൈ ചെയ്യണം. പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷകൾ കൊടുക്കാൻ സാധിക്കുന്നത്. 2024 500 മാർക്കിന് മുകളിലുള്ളവരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പം 2025 നമുക്കറിയാം കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. 300-350 മാർക്കൊക്കെ ആയിരിക്കും MNSൻ്റെ കട്ട് ഓഫ്. അതിന് മുകളിലുള്ള കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും ഡൽഹിയിലേക്ക് ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടോളർ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് ഇവയ്ക്കായിട്ട് വിളിക്കുകയും ഫൈനൽ ലിസ്റ്റ് ഇവയുടെയും കൂടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ join indianarmy.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. യാതൊരുവിധ ചെലവുകളും ഇല്ലാതെ, ട്യൂഷൻ ഫീസോ ഫുഡ് ആൻഡ് അക്കോമഡേഷനോ യാത്രാ ചെലവുകളോ ഒന്നുമില്ലാതെ 4 വർഷത്തെ പഠനവും ആ 4 വർഷത്തിന് ശേഷം ഉയർന്ന റാങ്കോടുകൂടി ജോലി ചെയ്യാനും ഉയർന്ന ശമ്പളം മേടിക്കാനുമുള്ള വലിയ സാധ്യതയാണ് മിലിറ്ററി നേഴ്സിംഗ് നമുക്ക് മുമ്പിൽ വെക്കുന്നത്. സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗ്രികൾച്ചറിൻ്റെ സാധ്യതകളൊന്ന് വിലയിരുത്താമോ? തീർച്ചയായിട്ടും അതും നമ്മൾ ജോബി സാറിൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസവും പറയുകയുണ്ടായി.
കാരണം ഇനി വരാൻ പോകുന്നൊരു ഏതൊക്കെ ഒരു യുഗമാണെങ്കിലും IT-യുടെ മേഖലയാണെങ്കിലും AI-യുടെ മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അഗ്രികൾച്ചറിന് എന്നും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആഹാരം കഴിക്കാതെ മനുഷ്യന് ജീവിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അഗ്രികൾച്ചറിന് വലിയ സാധ്യതകൾ തന്നെയാണുള്ളത്. പിന്നീട് അഗ്രികൾച്ചറിന് മറ്റൊരു സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു പല മേഖലകളിലേക്കും വിദ്യാർത്ഥികൾക്ക് പോകാനുള്ളൊരു സാധ്യത, ധാരാളം ഫീൽഡിലോട്ട് PG ലെവലിലൊക്കെ പോകാനുള്ള സാധ്യതയാണ് അഗ്രികൾച്ചർ നൽകുന്നത്. പിന്നെ നമുക്കറിയാം നമ്മുടെ UPSC ലെവലിലുള്ള IAS എടുത്തിരിക്കുന്നവരാണെങ്കിലും IPS ഒക്കെ എടുത്തിരിക്കുന്നവരാണെങ്കിലും അവരുടെ ബേസിക് കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അഗ്രികൾച്ചർ പോലുള്ള മേഖലകളായിരുന്നു. കാരണം അത്രത്തോളം നന്നായിട്ട് അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യാനായിട്ടും അതിനുശേഷം ഉയർന്ന ജോലി സാധ്യതകൾ തേടാനുള്ള അവസരം തന്നെയാണ്. അഗ്രികൾച്ചറിൻ്റെ നമുക്ക് പ്രവേശന സാധ്യതകൾ നോക്കുവാണെങ്കിൽ നീറ്റ് 2025 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് കേരളത്തിലെ 4 കോളേജുകളിൽ നമുക്ക് പ്രവേശനം കിട്ടും. ഏതാണ്ട് 10,000 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് കേരളത്തിൽ അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടുന്നത്. എന്നാൽ കേരളത്തിലെ അടക്കം ഇന്ത്യയിലുള്ള മുഴുവൻ അഗ്രികൾച്ചർ കോളേജുകളുടെയും ICAR യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഗ്രികൾച്ചറിനും അനുബന്ധ കോഴ്സുകൾക്കും പ്രവേശനം ലഭിക്കുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET-യുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പരീക്ഷയുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന റാങ്കിൽ നിന്നായിരിക്കും. ഏതാണ്ട് ജൂൺ അവസാനത്തെ ആഴ്ചയോടുകൂടി CUET റിസൾട്ട് വന്നതിന് ശേഷം ICAR.admission.in എന്ന വെബ്സൈറ്റ് വഴി പ്രത്യേകം അപ്ലൈ ചെയ്യുകയും ICAR UG പ്രോഗ്രാമിന് നിങ്ങൾ ഓപ്ഷനൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2700ഓളം സീറ്റുകൾ അഗ്രികൾച്ചറിനും ബാക്കിയുള്ള എല്ലാ സീറ്റുകളുമായിട്ട് 4000-ൽ പരം സീറ്റുകളാണ് അഗ്രികൾച്ചറിനും അനുബന്ധ കോഴ്സുകൾക്കുമായിട്ടുള്ളത്. അപ്പം അതാണ് പ്രവേശനത്തിൻ്റെ സാധ്യതകൾ. അപ്പം കൃഷിയും അനുബന്ധ മേഖലകളും എന്നും ഏറ്റവും അധികം ഏതൊക്കെ രീതിയിൽ കാലഘട്ടം മാറിയാലും വലിയ സാധ്യതകളുള്ള മേഖലകൾ തന്നെയാണ്. വളരെ ഫീസ് കുറഞ്ഞ നിരക്കിൽ ഉയർന്ന സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള സാധ്യതകളും അഗ്രികൾച്ചർ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കമൻറ്റുകളെല്ലാം നമ്മൾ കൃത്യമായ മറുപടി നൽകും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ശിവൻ സാർ നമ്മുടെ ഈ ഒരു എപ്പിസോഡിനിടയിൽ പരാമർശിക്കുകയുണ്ടായി ജോബി സെബാസ്റ്റ്യൻ സാറിൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും ഒക്കെ ഉള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ട്. യെസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ JEE എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ തന്നെ NEET എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങളിടുന്ന ഈ കമൻറ്റുകൾ ഒരുപക്ഷെ ആ കമൻറ്റിൻ്റെ പ്രധാന കീവേഡ് ഇപ്പോൾ അഗ്രികൾച്ചർ എന്നുള്ള ആ ഒരു കീവേഡ് നമ്മുടെ ചാനലിലെ സെർച്ച് എഞ്ചിനിൽ തന്നെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഒന്ന് സെർച്ച് ചെയ്താൽ ബ്രില്യൻറ്റിൻ്റെ നിരവധിയായ വീഡിയോകൾ കാണും. പല വർഷങ്ങളിൽ നമ്മൾ ചെയ്ത വീഡിയോകളുണ്ട്, ഏറ്റവും പുതിയതായി ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.